എല്ലാ മനുഷ്യൻ്റെയും ഏറ്റവും വലിയ സ്വപ്നങ്ങളിൽ ഒന്ന് തന്നെയാണ് അവൻ്റെ വീട് എന്ന് പറയുന്നത്. സ്വന്തമായൊരു വീട്. ആ സ്വന്തമായിട്ടുള്ള വീട്ടിൽ എത്ര നാള് സുഖമായി സന്തോഷമായി കുടുംബസമേതം ഭാര്യയോടൊപ്പം മക്കളോടൊപ്പം താമസിക്കണം മരണം വരെ. അതിൻ്റെ കാലയളവ് എത്രയാണ്? 3 വർഷമോ, അതോ 10 വർഷമോ, അതോ 100 വർഷമോ, അതുമല്ലെങ്കിൽ 10 തലമുറയോ, 1000 വർഷമോ? അതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. നമ്മുടെ ഭവനം നിൽക്കുന്ന ഭൂമിയെ ആകൃതിയുടെയും നിരപ്പിൻ്റെയും അടിസ്ഥാനത്തിൽ 8 വ്യത്യസ്ത പേരുകളിലായിട്ട് വ്യത്യസ്ത മേഖലകളിലായിട്ട് തരം തിരിക്കപ്പെട്ടിട്ടുണ്ട്. ഏതൊക്കെയാണ് ആ പേരുകൾ? അത് എങ്ങനെയാണ് ആ വസ്തുവിൻ്റെ അല്ലെങ്കിൽ ആ പേരനുസരിച്ച് ആ മേഖലകളിൽ, ആ 8 മേഖലകളിലും ഈ വസ്തുവിൻ്റെ രൂപം അല്ലെങ്കിൽ ആകൃതി എങ്ങനെയായിരിക്കും? നമസ്കാരം. രുദ്രധാരയുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഭൂമിയുടെ സ്വഭാവവും ഫലങ്ങളെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. തുടക്കത്തിൽ പറഞ്ഞു 8 മേഖലകളായിട്ട് അല്ലെങ്കിൽ 8 പേരുകളായിട്ട് തരംതിരിക്കുന്നു ഭൂമിയെ. ഒന്നാമത്തെ മേഖല എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒന്നാമത്തെ പേരിലേക്ക് തന്നെ നമുക്ക് പോവാം. അതിനെ വിളിക്കുന്നത് കാലവീഥി എന്നാണ്. ഒരു വസ്തു കാണുമ്പോൾ നമുക്കറിയാം അത് എങ്ങനത്തെ വസ്തുവാണ്, കാലവീഥിയിൽപ്പെടുന്ന വസ്തുവാണോ. കാലവീഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉയർന്ന ഭാഗം വടക്ക് ദിക്ക്, ഉയർന്ന ഭാഗം വടക്ക് ദിക്ക്, താഴ്ന്ന ഭാഗം തെക്ക് ദിക്ക്. അപ്പൊ വടക്കുയർന്ന് കിടക്കുന്നു, തെക്ക് താഴ്ന്നു കിടക്കുന്നു. അങ്ങനെ ഒരു വസ്തുവിലാണ്, ഒരു പ്രദേശത്താണ് നിങ്ങളുടെ വീട് നിൽക്കുന്നത് എങ്കിൽ അവിടെ 3 വർഷക്കാലം മാത്രമേ സുഖമായി ജീവിക്കാൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ സുഖമുണ്ടാവുകയുള്ളൂ. ഇതിനെയാണ് കാലവീഥി അഥവാ അന്തകവീഥി എന്ന് പറയുന്നത്. ഇവിടെ താമസിക്കുകയാണെങ്കിൽ ഫലം പറയുന്നത് സാമ്പത്തിക നഷ്ടം, ദുർമരണം എന്നിവ ഉണ്ടാകുന്നു. സാമ്പത്തിക നഷ്ടവും ദുർമരണവും. കാലവീഥിയിലാണ് താമസമെങ്കിൽ എന്താണ് കാലവീഥി? വടക്ക് ദിക്ക് ഉയർന്നു കിടക്കുന്നു, തെക്ക് ഭാഗം താഴ്ന്നു കിടക്കുന്നു. അടുത്തതായിട്ട് വരുന്നതാണ് ജലവീഥി. രണ്ടാമത്തെ ആകൃതി അനുസരിച്ച് വിളിക്കുന്നത് ജലവീഥി. ജലവീഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട് നിൽക്കുന്ന വസ്തുവിന്റെ കിഴക്ക് ഭാഗം ഉയർന്നും പടിഞ്ഞാറ് ഭാഗം താഴ്ന്നുമാണ് കാണപ്പെടുന്നതെങ്കിൽ ആ വസ്തുവിനെ വിളിക്കുന്ന പേരാണ് ജലവീഥി എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള വസ്തുവിൽ താമസിച്ചാൽ 10 വർഷം നിങ്ങൾക്ക് സന്തോഷവും സുഖവുമായിട്ട് താമസിക്കാൻ കഴിയും. 10 വർഷത്തിന് ശേഷം ആ വീട്ടിൽ സാമ്പത്തിക നാശം, ആപത്തുകൾ, പുത്രന്മാരെ നഷ്ടപ്പെടും, പുത്രവിയോഗം ഉണ്ടാവും, മരണം സംഭവിക്കും എന്നാണ് പറയപ്പെടുന്നത്. അതാണ് ജലവീഥി എന്ന് പറയുന്നത്. അടുത്തതാണ് അഗ്നിവീഥി എന്ന് പറയുന്നത്. അഗ്നിവീഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്നികോൺ എന്ന് പറയുന്നത് താഴ്ന്നും വായുകോൺ ഉയർന്നും കാണപ്പെടുന്നതാണ്. അഗ്നികോൺ താഴ്ന്നും വായുകോൺ ഉയർന്നും കാണപ്പെടുന്ന, അപ്പൊ കോണോട് കോൺ, മനസ്സിലായില്ലേ? കോണോട് കോൺ, വസ്തുവിന്റെ ചതുരാകൃതിയിലുള്ള കോണോട് കോൺ വരും. അങ്ങനെ കാണപ്പെടുന്ന, അപ്പൊ അഗ്നികോൺ താഴ്ന്നും വായുകോൺ ഉയർന്നും കാണപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, അങ്ങനത്തെ ഒരു വസ്തുവിലാണ് താമസം എന്നുണ്ടെങ്കിൽ ഏകദേശം 12 വർഷം നന്നായിട്ട് താമസിക്കാൻ പറ്റും. സന്തോഷമൊക്കെ ഉണ്ടാവും, വലിയ പ്രശ്നങ്ങളില്ല, തട്ടി നീങ്ങിപ്പോൾ 12 വർഷം കഴിയുമ്പോഴത്തേക്ക് അഗ്നിഭയമൊക്കെ ഉണ്ടാവും. അഗ്നിഭയം, ആപത്ത്, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ മാത്രമേ ഇത്തരത്തിലുള്ള സ്ഥലത്ത് വീട് വെച്ച് താമസിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുന്ന ഗുണവും ദോഷവുമാണ് ഇതിനകത്ത് ഞാൻ പറഞ്ഞത്. ദാരിദ്ര്യവും കൂടെ പറയപ്പെടുന്നുണ്ട്. അടുത്തത് ഭൂതവീഥി. തെക്ക് പടിഞ്ഞാറ് താഴ്ന്നും വടക്ക് കിഴക്ക്, ഈശാനകോൺ ഉയർന്നും കാണപ്പെടുകയാണെങ്കിൽ, തെക്ക് പടിഞ്ഞാറ് താഴ്ന്നും വടക്ക് കിഴക്ക് ഭാഗം ഉയർന്നും കാണപ്പെടുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഏകദേശം 6 വർഷം സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റും. അതിനുശേഷം ദാരിദ്ര്യവും ദുഃഖമൊക്കെയാണ് പറയപ്പെടുന്നത്. തൊഴിലില്ലായ്മയൊക്കെ പറയപ്പെടുന്നുണ്ട് അത്തരത്തിലുള്ള വീടുകളിൽ. ഇതും കൊണോടുകോടാണ് വരുന്നത്. അടുത്തതാണ് ഗോവീഥി എന്ന് പറയുന്നത്. കിഴക്ക് ഭാഗം താഴ്ന്നും പടിഞ്ഞാറ് ഭാഗം ഉയർന്നും കിടക്കുന്നു. വളരെ കാലം നമുക്ക് സന്തോഷകരമായി ജീവിക്കാൻ സാധിക്കുന്നു. ഇത്തരത്തിലുള്ളിടത്താണ് നമ്മുടെ വീട് നിൽക്കുന്നതെങ്കിൽ, അത്തരത്തിലുള്ള ഒരു വസ്തുവിനകത്താണ് നമ്മൾ വീട് വയ്ക്കുന്നതെങ്കിൽ വളരെ കാലം നമുക്ക് സന്തോഷവും സമൃദ്ധിയുമായിട്ട് ജീവിക്കാൻ സാധിക്കുന്നു. അതിനെയാണ് ഗോവീഥി എന്ന് പറയപ്പെടുന്നത്. അടുത്തത് ധാന്യവീഥി. വടക്ക് കിഴക്ക് ഉയർന്നും തെക്ക് പടിഞ്ഞാറ് താഴ്ന്നും കിടക്കുന്ന
വസ്തുവിലാണ് വീടെങ്കിൽ 1000 വർഷം, അതായത് 10 തലമുറയ്ക്ക് സന്തോഷമായിട്ട് ആ ഭൂമിയിൽ വീട് വെച്ച് താമസിക്കാം. ഒരു വ്യക്തിക്ക് 1000 വർഷം താമസിക്കാൻ പറ്റില്ലല്ലോ. അയാളുടെ തലമുറകൾക്ക്, ഏകദേശം 10 തലമുറകൾക്ക് താമസിക്കാൻ കഴിയുമെന്നാണ് ഈ പറയുന്ന ഏതാണ് ധാന്യവീതിയിലാണ് വരുന്നതെങ്കിൽ. അടുത്തത്, അഗ്നികോൺ താഴ്ന്ന് വായുകോൺ ഉയർന്ന് കിടക്കുന്ന ഒരു ഭൂമിയാണെങ്കിൽ അവിടെ എന്താണ് സംഭവിക്കുക? അതിനെ വിളിക്കുന്നത് സർപ്പവീതി എന്നാണ് കേട്ടോ. സർപ്പദോഷം ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. വളരെ ദോഷകരമാണ് അവിടെ താമസിക്കുക. അങ്ങനെയുള്ള പ്രദേശമാണെങ്കിൽ ഒരിക്കലും വീട് വയ്ക്കാൻ വേണ്ടി അത് തിരഞ്ഞെടുക്കരുത്. അഥവാ തിരഞ്ഞെടുക്കുന്നെങ്കിൽ അതിനെന്താണോ ചെയ്യേണ്ടത് ആ രീതിയിൽ ആ വസ്തുവിനെ മാറ്റിയതിന് ശേഷം മാത്രമേ നിങ്ങൾ തിരഞ്ഞെടുക്കാവൂ. കോണാണ് വരുന്നതെങ്കിൽ തിരഞ്ഞെടുക്കാത്തത് തന്നെയാണ് ഉത്തമം എന്ന് പറയുന്നത്. ഏറ്റവും അവസാനത്തത്, എട്ടാമത്തെ വീതി ഗജവീതി. തെക്കുയർന്ന് വടക്ക് താന്ന് കിടക്കുന്ന വസ്തു ഉചിതമാണ് വീട് വയ്ക്കാൻ. 100 വർഷക്കാലം സന്തോഷമായി തന്നെ ഒരു തലമുറയ്ക്ക് ജീവിക്കാൻ സാധിക്കും അത്തരത്തിലുള്ള കുടുംബങ്ങളാണെങ്കിൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രദേശത്താണ് വീട് വയ്ക്കുന്നതെങ്കിൽ. ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ആകൃതിയുടെ അടിസ്ഥാനത്തിൽ ഭൂമിയെ 8ആയി തരംതിരിക്കുന്നു വാസ്തുപ്രകാരം. അതെങ്ങനെയാണ് എന്നാണ് ഇവിടെ ഞാൻ പരാമർശിച്ചിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ ഭൂമിയെ അങ്ങനെയാക്കി മാറ്റിയെടുക്കാം. പക്ഷേ കോണോട് കോണാണ് വന്നിട്ടുള്ളതെങ്കിൽ, കോണോട് കോണിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളതെങ്കിൽ, അത്തരത്തിലുള്ള ഭൂമിയെ നല്ലൊരു ജോലിസിൻ്റെ മുമ്പ് ചെന്ന്, അല്ലെ വാസ്തു അറിയാവുന്നവരുടെ കൊണ്ട് ആ ഭൂമിയെ എന്ത് ചെയ്യുക, ഏകദേശം ഒരു ചതുരത്തിലാക്കുക. സമചതുരത്തിലാക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. അത് പറ്റിയില്ലെങ്കിൽ ദീർഘചതുരത്തിലാക്കുക. അതിനുശേഷം മാത്രമേ നിങ്ങൾ ഈ പറയുന്നത് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നിരപ്പായി കിട്ടുക ഭൂമി. ഈ പറയുന്ന ഉയർച്ചയും താഴ്ചയും ഒന്നും നോക്കണ്ട, നിരപ്പായിട്ടുള്ള ഭൂമി അവിടെ അങ്ങ് വെക്കുക. എന്നിട്ട് ഏത് ഭാഗമാണോ താഴ്ന്നു കിടക്കുന്നത്, അവിടെ ഏത് ഭാഗത്താണോ ദോഷമുള്ളത് ആ ഭാഗം മാത്രം ഉയർത്തുക. ആ തരത്തിൽ ഉയർത്തുക. ഇന്നത്തെ കാലഘട്ടത്തിൽ അതിന് നമുക്ക് പറ്റും. അപ്പോൾ വീട് വയ്ക്കുന്നതിന് മുമ്പേ നമ്മൾ ഈ കാര്യം ശ്രദ്ധിച്ചാൽ വരുന്ന തലമുറയ്ക്കും വളരെ സന്തോഷമായിട്ട് അവിടെ ജീവിക്കാൻ സാധിക്കും എന്നുള്ളതാണ് വാസ്തുവിൽ പറയപ്പെടുന്നത്. ചെറിയൊരു അറിവാണ്, നിങ്ങളുമായി ഒന്ന് പങ്കുവെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പുതിയൊരു സബ്ജക്റ്റുമായിട്ട് നമുക്കിനിയും വളരെ സന്തോഷത്തോടു കൂടി കാണാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, മഹാരുദ്രൻ്റെ അനുഗ്രഹം എല്ലാവർക്കും, എല്ലാ സുഹൃത്തുക്കൾക്കും, എല്ലാവർക്കും, ലോകത്തുള്ള എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.